ഇതാ ഇനി എത്രയോ കിടക്കുന്നു താഴോട്ട്. പ്രകൃതി നോക്കി, പ്രകൃതിൻ്റെ ആ സൗണ്ടൊക്കെ പാടാ. എന്താല്ലേ ഈ മരത്തുമെന്നാണിപ്പോൾ ഈ മരമാണിപ്പോൾ ഇത് കാണാനാണ് നമ്മൾ ഇത്രയും കയറി വന്നത്. ഇനിയിപ്പോൾ ഡബിൾ ടക്കർ ഉണ്ട്. സുഹൃത്തുക്കളെ നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ആക്കണത് അതിൻ്റെ ഉള്ളിൽ നിന്ന് നീച്ചേരണ്ടേ ടെൻറ്റിൻ്റെ എയർബഡിൻ്റെ ഇത് ലൂസാക്കിയാണ്ടേ. നല്ല കുളിര് കൂരണ തണുപ്പാണ്. ചിറാപൂഞ്ചിയിലാണ് കേട്ടോ നമ്മൾ ഓട്ടോ യാത്ര എത്തി നിൽക്കണത്. ഇന്ന് 52ാമത്തെ ദിവസം. ശബ്ദമൊക്കെ വേറൊരു രീതിയിലായിട്ടുണ്ട്. ഒരു സ്കോട്ട്ലൻഡിനെ പ്രതിനിധീകരിക്കണ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടുത്തെ. ഒരു കൾച്ചറൽസ് ഒക്കെ ടോട്ടലി ഡിഫറൻസാണ് ഇന്ത്യയിലെ. 365 ദിവസം മഴ പെയ്യണ ചിറാപൂഞ്ചി. ഇന്നലെ രാത്രി കനത്ത മഴ പെയ്ത്. എന്താ ടെൻറ്റിൻ്റെ സൗണ്ടിലൊക്കെ കടന്നുറങ്ങാനൊക്കെ ഇതൊരു സുഖനിയറങ്ങൾ. 3 ടെൻറ്റ് ഇട്ടോ. സിംഗാക്കാൻ്റെ ടെൻറ്റതാ, നമ്മുടെ ടെൻറ്റതാ, ബായിൻ്റെ ടെൻറ്റതാ. നമ്മളൊരു പുതിയ അതിഥി കൂടി ഉണ്ട്. ബായി ഇന്ന് നമ്മളോട് വിട പറയും. വണ്ടേക്ക് ഇങ്ങനെ വന്നായിരുന്നു. അവന് ഇന്നലെ രാത്രി ടെൻ്റ് അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പ് നോക്കിയപ്പോൾ അവിടെ ഒരു സേഫ്റ്റി ഇല്ല. അപ്പം നമ്മളിങ്ങനെയാണ് പോരേന്ന് പറഞ്ഞു കണ്ടേ. ചായ വെച്ചിക്കാൻ കേട്ടോ. അവിടെ ചായ ഇതാ തിളച്ചുകൊണ്ട് നിൽക്കുകയാണ്. ബായിൻ്റെ സൈക്കിളാ. കാറ് വരുന്ന നോക്കി, അത് വരുന്ന ചൊറുക്കനെ നോക്കി ഇവിടെ നിന്ന് കണ്ടിട്ട്. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് ചിറാപൂഞ്ചിയിലെ ഡബിൾ ട്രക്കിങ്ങിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. ഇതൊരു 1.5 സംഭവമാണ്. നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തരാം. ഇതാണ് ഇവിടെ പാർക്കിംഗ് ഫീ 80. ചിറാപൂഞ്ചിയിൽ നിന്ന് 13 കിലോമീറ്ററോളം താഴ്ചയിലോട്ട് പോകണം. ഇവിടെ എത്തണം എന്നുണ്ടെങ്കിൽ വൻ ടാസ്ക്കാണ്. റോഡുകളൊക്കെ അങ്ങനെയാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേരുകൊണ്ട്, മനസ്സിലായോ, മരത്തിൻ്റെ വേരുകൊണ്ട് പടർന്ന് പന്തലിച്ച് കണ്ട് പാലങ്ങൾ ഉണ്ടായി വന്നിക്കുക. അതിനെ ടൂറിസ്റ്റാക്കി മാറ്റിക്കുക. ഇത് ഇന്ത്യയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. അത് കാണുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഡെപ്ത് മനസ്സിലുള്ളൂ. ഇത് എത്രത്തോളം താഴ്ചയിലേക്കാണ് നമ്മൾ പോണത് എന്നുള്ളത്. അതിൽ എല്ലാം അവിടെ നോക്കണം അതിൻ്റെ ഫോട്ടോസൊക്കെ. എല്ലാവർക്കുള്ള ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ കാരണം ഏകദേശം 1.5-2 മണിക്കൂറോളം നമ്മൾ ഇറങ്ങാനുണ്ട്. അതാണ് 3500-4000 സ്റ്റെപ്പുകൾ ഇറങ്ങാണ്ട്. ഏതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കണ്ടില്ലേ? ഇതാണ് അതിൻ്റെ ഒരു ഫോട്ടോ. ജസ്റ്റ് ഞാൻ വേണമെന്ന് കാണിച്ചു കേട്ടോ. സെൻറ്റസ് ബ്രിഡ്ജ്, ലോങ്ങസ്റ്റ് സിംഗിൾ ഡെക്കർ ബ്രിഡ്ജ്, റെഡ്മിങ്ങത വേരുകൊണ്ടാണ് ഈ പാലങ്ങൾ കണ്ടില്ലേ. ലായ് പിറ്റൻ ഫാൾസ് ഒക്കെ ഇവിടെയാണുള്ളത്. പോയി നോക്കാം നമുക്ക്. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ഇറങ്ങൽ തുടങ്ങിയിട്ടോ. അതാണ് ഡബിൾ ട്രക്കിൻ്റെ റൂട്ട്. ആ റൂട്ടാണിത് കണ്ടില്ലേ. ഓരോരുത്തർ ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അല്ലാ ആകണോ ഇറങ്ങി തന്നതാ. പോണ വഴിയിലൊക്കെ ഇങ്ങനത്തെ ചെറിയ കടകളുണ്ട് ആളുകൾക്ക്. കാരണം അത് അത്രത്തോളം നടക്കാണ്ടായതുകൊണ്ടേ ഇവിടെ നിന്നൊക്കെ വാങ്ങാൻ പറ്റും. അല്ലാ ഒരു 100-500 സ്റ്റെപ്പ് ഇപ്പോൾ ഇറങ്ങി തോന്നുന്നുണ്ട്. 500-300 അവിടെ ഇതാക്കണോ. കുടിവെള്ളമുണ്ട്, ഫ്രൂട്ട്സ് ഐറ്റംസ്. ഒടുക്കത്തെ വിലയാണ് കേട്ടോ. എന്നാലും ഇത് ഇവിടെ വരുന്നവർക്കൊരു ആശ്വാസം തന്നെയാണ്. കാരണം വേറെ ഒന്നും കിട്ടില്ല. ആ വന്ന റൂട്ട് നോക്കി നിങ്ങൾ, പൊള്ളി റൂട്ട്. മോനെ ബ്യൂട്ടി നോക്കിയാണ് നിങ്ങൾ. സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോൾ ഇപ്പോൾ പകുതി എത്തിയിട്ടൊന്നുമില്ല, ഒരു 1/4 ഭാഗം പോലും എത്തിയിട്ടുണ്ടാവല്ലോ കേട്ടോ. എൻ്റെ വിഷ്വൽ ഇവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങി ഇങ്ങനെ വന്ന് നേരെ ഇതാ ഇനി എത്രയോ കിടക്കുന്നു താഴോട്ട്. പ്രകൃതി നോക്കി, പ്രകൃതിൻ്റെ ആ സൗണ്ടൊക്കെ പാടാ. നമ്മളൊരു 1500ഓളം സ്റ്റെപ്പ് ഇപ്പോൾ ഇറങ്ങി. അതിന് തന്നെ പേശം 1 മണിക്കൂർ പിടിച്ചിട്ടോ. ഇനിയപ്പോഴൊരു കാഴ്ച ഇവിടെ ചെറിയ വില്ലേജുകളാണ് കണ്ടില്ലേ. വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയും സ്റ്റെപ്പുകൾ അങ്ങനെ സിംഗിൾ ഡക്കറിന് 1 സൈഡും ചെറിയൊരു ഇതാണ് ഡബിൾ ഡക്കർ റൂട്ടാണിത്. സിംഗിൾ ഡക്കർ റൂട്ട് അപ്പുറത്താണ്. അതായത് ഇനി നമ്മളൊരു 10,000-2500 സ്റ്റെപ്പ് ഇനി ഇറങ്ങണം. അപ്പോൾ ഇറങ്ങിയിട്ട് ഡബിൾ ഇനി ഇറങ്ങണം. എന്നാൽ ഡബിൾ ഡക്കർ പറഞ്ഞാൽ ഒന്നും കൂടെ വലിയ സെറ്റപ്പാണ്. ആ വേരിൻ്റെ പാലങ്ങൾ. പക്ഷേ ഈ വില്ലേജത്തോടൊക്കെ നമ്മൾ സമ്മതിക്കണം കേട്ടോ. ഇവരെങ്ങനെ ഇവിടെ താമസിക്കണമെന്നുള്ളതാണ്. ഇവർക്കൊരു ഫുഡ്, ഒരു അങ്ങാടി കാണണം എന്നുണ്ടെങ്കിൽ അത് റിസ്ക് ആയിരിക്കും. അവിടെ ഇവിടെയൊക്കെ കടകളുണ്ട്. ഒക്കെ ഇതൊരു വേറൊരു ലോകം ഈ വില്ലേജ്. ഒന്നും പറയാനില്ല. ഇതൊക്കെയാണ് ഓരോ വീടുകളെ സ്റ്റൈലും ഓരോ നടവഴികളൊക്കെ. അവിടെതാ ഓരോ വീടാണ് ഇപ്പോൾ കാണുന്നത്. നമ്മളെ സ്റ്റെപ്പ് ഇറങ്ങി ഗ്രാമം കഴിഞ്ഞ് ഇപ്പോൾ ഇതാക്കണോ
ഒരു ബ്രിഡ്ജ്, പക്ഷെ ഓപ്പൺ അല്ല, നമ്മൾ താഴത്തോട്ട് പോകണം. വെള്ളം നോക്കി എന്താ തെളി. ഓ വള്ളത്തിൻ്റെ ഒരു ക്ലാരിറ്റി നോക്കി നിങ്ങൾ. ഏതാല്ലേ ബ്രോ വെള്ളം. നമുക്ക് ഈ റൂട്ടാണ് പോവാനുള്ളത്. അല്ലാ സ്ലിപ്പ് ഔട്ടോ. ഓ സ്വിമ്മിംഗ് പൂളിനെ കടത്തി ഒട്ടും. ഇതാണ് ഇവർ കുളിക്കാനുള്ള സെറ്റപ്പ് എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളെ എങ്ങനെ ആ നമ്മളേകദേശം ഡബിൾ ടക്കർ റോഡിൻ്റെ ഒരു പകുതി കഴിഞ്ഞ്, ഇനി ഒരു കുറഞ്ഞ ഭാഗം കൂടെ കയറി 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 നമ്മളിങ്ങനെ ഇരുന്നിക്കാണ്, റെസ്റ്റ് എടുത്തിക്കാണ്. ഇവിടെ എല്ലായിടത്തും ഒരു 500 സ്റ്റെപ്പ് കയറി അവിടെ ഒരു പീടികകൾ ഇങ്ങനെ കാണാം. പക്ഷെ ഇപ്പോഴും പിന്നെ സംശയം എന്താ വെച്ചാൽ ഈ പീടിക്ക് എങ്ങനെ വെള്ളം എത്തണോ അല്ലെങ്കിൽ ഈ ഫ്രൂട്ടൊക്കെ ഇവരെ എങ്ങനെ എത്തിക്കണമെന്നുള്ളതാണ്. കാരണം ഈ കറണ്ട് പോകുന്നുണ്ട്, ഇതൊക്കെ എവിടെ നിന്നാണ് ഈ കറണ്ട് വരുന്നത്? എത്രയും കിലോമീറ്റർ കുന്നും മലയും താണ്ടിയിട്ടേ കാര്യം വരും ഇത് ഇങ്ങോട്ട് എത്തിക്കേണ്ടതാണ്, അല്ലാതെ വേറെ റൂട്ട് നമ്മൾ കാണുന്നില്ല. സുഹൃത്തുക്കളെ നമ്മളെ ഇതാണ് സിംഗിൾ ടക്കർ. കണ്ടോളിങ്ങൾ, പ്രകൃതിയുടെ അത്ഭുതങ്ങൾ. വേരോണ്ട് ഉണ്ടാക്കിയ പാലം, വേരോട് ഉണ്ടാക്കിയല്ല, വേരോണ്ട് ആയി വന്ന പാലം. നോക്കിയാൾ എന്താല്ലേ, ഈ മരത്തുമെന്നാണ് ഇപ്പോൾ ഇത്, ഈ മരമാണിപ്പോൾ ഇത്. ഇത് കാണാനാണ് നമ്മൾ ഇത്രയും കയറി വന്നത്. ഇനിയിപ്പോൾ ഡബിൾ ടക്കറുണ്ട്, ഇത് സിംഗിൾ ടക്കറാണ്. ഇനി അപ്പുറത്തുണ്ട് കേട്ടോ, ഇങ്ങനെ കയറിപ്പോയ ഡബിൾ ടക്കറുണ്ട്. അതിൻ്റെ താഴെ ഭാഗങ്ങളൊക്കെ നോക്കി എന്താല്ലേ, നേരെ ഒരു പാലം അവിടുന്ന് വന്നിക്കുക. അതാണിപ്പോൾ അതിൻ്റെ കറക്റ്റ് റൂട്ട് ഉണ്ടല്ലേ. പോന്നേ 2ാമത്തെ ഗ്രാമത്തേക്ക് എത്തി. ഇപ്പോഴും അത്ഭുതം മാറിയില്ല, സംശയങ്ങളൊന്നും. എങ്ങനെ നോക്കിയാണ് ഈ ഗ്രാമങ്ങൾ. ആ ഈ ഗ്രാമത്തിലുള്ളവർക്ക് സാധനങ്ങൾ എത്തണമെന്നുള്ളതാണ്. കാരണം 2 കുന്നും മലയും കയറിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. ഇപ്പോഴും ഡൗട്ടതാ, സമ്മതിക്കണം വരെ. ഹോം സ്റ്റേകളാണ് കൂടുതലും. എന്താണെങ്കിലും കുടിവെള്ളം കിട്ടുമായിരിക്കും ഒരു പക്ഷേ. കറണ്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ കുന്നും മലയും താണ്ടി ഇങ്ങോട്ട് എത്തണ്ടേ. സ്നാക്സുകളും ഫുഡൊക്കെ. ഓ ചെറിയൊരു കട. അങ്ങനെ ഡബിൾ ടക്കറിൻ്റെ അവിടെ എത്തിയിട്ടാ. ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, 50 ഉറുപ്പിക ടിക്കറ്റിന്. ഫിലിം ഷൂട്ടിങ്ങിനാണ് 5000, ക്യാമറക്ക് 5000, നമ്മൾ സാധാ ആളുകൾക്കാണെങ്കിൽ 50. അങ്ങനെ ഇറങ്ങുക. അല്ലാ സ്വിമ്മിംഗ് പൂളുണ്ട്, നാച്ചുറൽ സ്വിമ്മിംഗ് പൂള്, ഫ്രൂട്ട്സ് ഐറ്റംസ് അങ്ങനത്തെ ഉണ്ട്. ഇതാണ് ഡബിൾ ടക്കർ ഉണ്ടല്ലേ. 2 അതൊക്കെയാണ് പിന്നെ പ്രകൃതിൻ്റെ പ്രതിഭാസം. 2 ബ്രിഡ്ജ്, മേലെ ഇതാക്കണു, താഴെ ഇതാക്കണു. ഇവ കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അത് മീങ്ങൾ നോക്കി, ഒരു രക്ഷയില്ല. ഇബ്രാ ആയിത്തെ മീങ്ങളൊക്കെ ഇവിടുന്ന് പോയി നോക്കാം നമുക്ക്. അല്ലാ ഇതാക്കണു, പലക കെട്ടുകാണ്ടേ, ഒരു രക്ഷയില്ല. എന്തെങ്കിലും ആലോചിച്ച് നോക്കി. ഇവിടെ നിന്നാൽ ആ മോനെ ഇങ്ങനെ മീങ്ങളൊക്കെ ഇത്തെ നല്ല വിസ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. അതാണ് ആ റൂട്ട്. ഇവിടെ വേറൊരു ഐറ്റം. അതൊക്കെയാണ് 2 പാലം. അയ്യോ അതൊക്കെ 2 ബ്രിഡ്ജിലാ. താഴെ ഭാഗത്തു നിന്നുള്ള മിക്സറാണ്. മീങ്ങളോക്കി അങ്ങനെ നമ്മളേ ഡബിൾ ട്രക്ക് കഴിഞ്ഞ് കണ്ട് ഇറങ്ങണ വഴിയാണിത്. നമ്മൾ ആശാനെ പരിചയപ്പെട്ടു. പേരെന്തായിരുന്നു? നാം യുവരാജ്. ചെന്നൈയിലാണ് കേട്ടോ. ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്നാക്സുകൾ. കാരണം ഇവിടെ ഈ ചോറും കറിയൊന്നും ഉണ്ടാവില്ല. ആദ്യം ഉള്ളേരിയല്ലേ. പായ കുലം പഴവും ബ്രെഡും അടിക്കാണ്. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തണ്ണിയിലിറങ്ങാൻ. ഓക്കെ ആശാൻ പോയിട്ടാ. ഇവിടെ ഒരു കട ഉണ്ട്, പക്ഷെ കടയിൽ നിന്ന് വാങ്ങാതെ ഓല മുന്നിൽ നിന്ന് കൊഞ്ഞനെ കുത്തിയിട്ടാണ് തിന്നണത് കേട്ടോ. അല്ല തിരിച്ചു വരുമ്പോഴേ കുളിക്കാൻ വേണ്ടി ഇങ്ങനെ പുഴയൊക്കെ ഇറങ്ങാണ്. വെള്ളം നോക്കി നിങ്ങൾ
100 ഇവിടെ എമൗണ്ട്. ഗൂഗിൾ പേ ഉണ്ടോ അറിയില്ല, പോയി നോക്കണം. പടിയും കുത്തി നടക്കുകയാണ് മക്കളെ, വല്യമാരെ മാറി. ഇതൊക്കെയാണ് ഇവിടുത്തെ റൂട്ടുകൾ. നോക്കി എന്താ അതിൻ്റെയൊക്കെ ഒരു ഭംഗി, ഒരു രക്ഷയില്ല. അങ്ങനെ ഇതികൂടാണ് ഇറങ്ങുക. അങ്ങനെ കുളിയും കഴിഞ്ഞ് തിരിച്ച് കയറുന്ന പരിപാടിയിലാ. ഡബിൾ ട്രക്കർമെന്ന് സിംഗിൾ ട്രക്കർമൊക്കെ ഏകദേശം എത്തി, പകുതി എത്തി. കണ്ടില്ലേ കാരിരുമ്പിൻ്റെ ശക്തിയും കൂരിരുട്ടിൻ്റെ വിജനതയിൽ അവിസ്മരണം ആഘോഷമാക്കിക്കൊണ്ട് ആഗോള താപനത്തിൻ്റെ ഏതാണ് നടത്തം കണ്ടില്ല നിങ്ങൾ. പിന്തിരിയാത്ത വ്യക്തി 1000 കടന്നലുകളേക്കാൾ മൂർച്ചയേറിയ വാളുകളിൽ വെട്ടിവീശുന്ന ഒരു കഠാര കൊണ്ട് ഇരുമ്പിൻ കൈകളാൽ ഉതിർത്ത് നിൽക്കുന്ന ആർമിയുടെ വമ്പൻ പോരാളി. ത്രിപുരയുടെ അതിർത്തിയിൽ തോക്കിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന ബംഗ്ലാദേശിൻ്റെ വീരശൂര പരാക്രമികളാൽ സ്വന്തം സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് രാജ്യസ്നേഹത്തിൻ്റെ വീരശൂരം പകരുന്ന നമ്മുടെ പ്രിയപ്പെട്ട നബീലല്ലേ എന്താ അയ്യോ കഴിഞ്ഞ് ഷാഹിദല്ലേ. അയ്യോ അത് ഡയലോഗ്സ് സെറ്റ് പോയി ഗൈസ്. അല്ല ഇതാണ് നമ്മളെ സെൻട്രൽ പോയിന്റ് സിംഗിൾ ട്രക്കിൻ്റെ. ഹാഫേ കണ്ടുള്ളൂ. എൻ്റെ മോനെ നിൽക്കണം നോക്കി നിങ്ങള്, അല്ലാത്ത ജാതി. അത് കണ്ടപ്പോൾ തന്നെ കാറ്റ് പോയി മൂപ്പരെ. നിങ്ങളെ സ്നിക്കേഴ്സാണ് ചായക്കടി. പിന്നെ കയറി പരിവായിക്കണേ. ഈ തണുപ്പത്താണ് വേർക്കണം. നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് ഇനി തന്നെ അത് മാത്രമേ ഉള്ളൂ. ഇത് കഴിച്ചിട്ട് വേണം നമ്മൾ കയറാൻ. ഇനിയും കയറാണ്ട്. ഇതാണ് നമ്മളെ റൂട്ട് വന്നത്. അതിന് വേണ്ടായിരുന്നോ? എന്നാ കഴിക്കൂ. അല്ലാ കഴിഞ്ഞോ? ഇല്ല എനിക്കൊന്ന് കിട്ടീനോ? പോരത്തിற்கு കണ്ടറല്ലേ? മതി. പോരത്തിற்கு കണ്ടറുണ്ട്. അപ്പൊ ഇനി ഒന്നും കൂടെ തിന്നാ കഴിക്കാം. കഴിച്ചിട്ട് പോഞ്ഞ് എത്തിട്ടോ. ഇറക്കി വെക്കണം. എന്താ മനസ്സിലായോ? ആൾക്കാരാണ് ഇറക്കി വെക്കണത്. ഈ സ്റ്റെപ്പ് കയറാൻ കഴിയാത്തവർക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ? ആ അമ്മച്ചിനും മോളിയും ഈ സ്റ്റെപ്പ് മുഴുവൻ കയറ്റി കൊണ്ടുപോയതാ. 400 റുപ്യാണ് അതിന്. അങ്ങനെ അവിടെ എത്തിച്ചതിന് ഈ 13,000 സ്റ്റെപ്പ് ഒരാൾക്ക് ഒരു 100 റുപ്യ കിട്ടുക. ചോക്കി ഓ കഴിഞ്ഞ്. അതുപോലൊക്കെ ഒരു സ്റ്റാമിന എത്രയാണ് ഇപ്പം ഞാൻ ആലോചിച്ച് നോക്കണേ. ഞാൻ നേരെ തിരിച്ചിവിടെ സൈഡാക്കുകയാണ്. അടുത്ത ടീമിന് അവിടെ നിന്ന് വരാണ്ടെങ്കിൽ ഇതുപോലെ പിന്നെ കൊണ്ടുവരും. അതായത് ഇവർക്ക് കൊടുക്കുക അങ്ങാടിക്ക് പോകണമെങ്കിൽ നേരെ ഇങ്ങനെ വരണം. അതാണ് അവസ്ഥ.